വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയമുള്ളവരെ, ടാസ്ക് 5 അൽ ഹുർരിയ മിൻ കിതാബി അൻ-നദറാത്ത് ലി മുസ്തഫ ലുത്ഫി അൽ മൻഫലൂത്തി. മൻഫലൂത്തിയുടെ അൻ-നദറാത്ത് എന്ന ഗ്രന്ഥത്തിൽ നിന്നെടുത്താണ് അൽ ഹുർരിയ. ഹുർരിയ സ്വാതന്ത്ര്യം, ഫ്രീഡം. ഇസ്തൈഖൽതു ഫജ്റ യൗമിൻ മിനൽ അയ്യാമി അലാ സൗതി ഹിർറത്തിൻ തമൂഉ. ഒരു കരയുന്ന പൂച്ചയുടെ ശബ്ദം കേട്ടുകൊണ്ടാണ് ഒരു ദിവസം ഞാൻ പ്രഭാതമുണർന്നത്. തമൂഉനൽ മവാഉ സൗത്തുൽ ഹിർറ. പൂച്ചയുടെ മ്യാവു കരച്ചിലിനാണ് തമൂഉ. അങ്ങനെ കരയുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം. എവിടെ കരയുന്നു? ബിജാനബി ഫിറാഷി, എൻ്റെ വിരിപ്പിൻ്റെ അരികിൽ. വത്തമസ്സഹുബി, എന്നെങ്ങനെ അത് ഇങ്ങനെ ഒരതി നിൽക്കുന്നുണ്ട്, എന്നെ ചാരി നിൽക്കുന്നു. വത്തലഹുഫിദാലിക്കൈൽഹാഹൻ ഖരീബൻ, എന്തോ ഒരു വിചിത്രമായ ആവശ്യം എന്നോട് ആവശ്യപ്പെടുന്ന പോലെ. ഫറാബനി അമ്രുഹ, അതിൻ്റെ കാര്യം എന്നെ സംശയത്തിലാക്കി. വഅഹമ്മനി ഹമ്മുഹ, അത് പ്രധാനപ്പെട്ടൊരു വിഷയമാണെന്ന് എനിക്ക് തോന്നി. വഖുൽതു, ഞാൻ പറഞ്ഞു, ലഅല്ലഹ ജാഇഅ, ഒരുപക്ഷേ അത് വിശക്കുന്നതായിരിക്കാം. ഫനഹൽത്തു, അങ്ങനെ ഞാൻ എഴുന്നേറ്റു. വഹ്ലർതു ലഹ തുആമൻ ഫആഫതുഹു, അതിന് ഭക്ഷണം കൊണ്ടുപോയി കൊടുത്തു, പക്ഷേ അതിൻ്റെ പ്രയാസം മാറ്റിയേക്കും. വൻസറഫത്ത് അൻഹു, പക്ഷേ ആ ഭക്ഷണത്തിൽ നിന്ന് അത് പിന്മാറി. ഫഖുൽതു, ഞാൻ പറഞ്ഞു, ലഅല്ലഹ ളംആന, ഒരുപക്ഷേ ആ പൂച്ചക്ക് ദാഹിക്കുന്നുണ്ടാവാം. ഫഅർശത്തുഹ ഇലൽ മാഇ ഫലം തഹ്ഫൽ ബിഹി, ഞാൻ അതിന് വെള്ളം കൊണ്ടുപോയി കൊടുത്തു, പക്ഷേ അത് അവഗണിച്ചു. വഅൻശഅത് തൻളുറു ഇലയ്യ, ആ പൂച്ചനിലേക്ക് നോക്കിക്കൊണ്ടേയിരുന്നു. നളറാത്തിൻ തൻതിഖു ബിമാ തഷ്തമിലു അലൈഹ നഫ്സി മിനൽ ആലാമി വൽ അഹ്സാൻ, അത് നോക്കുന്നു എങ്ങനെ? നളറാത്തിൻ, ചില നോട്ടങ്ങൾ. തുൻതിഖു ബിമാ തഷ്തമിലു അലൈഹ, ആ നോട്ടങ്ങളിൽ അത് സംസാരിക്കുന്നുണ്ട്, അതിൽ ആ സംസാരത്തിൽ അത് ഉൾക്കൊള്ളുന്നു. നഫ്സി, എൻ്റെ മനസ്സിനോട്. മിന്നൽ ആലാമി വൽ അഹ്സാൻ, പല ദുഃഖങ്ങളും സങ്കടങ്ങളും അത് എൻ്റെ മനസ്സിനോട് പറയുന്നത്, സംസാരിക്കുന്നത്, ഉൾക്കൊള്ളുന്ന നോട്ടമാണ് നോക്കുന്നത്. ഫഅസ്സറ ഫീ നഫ്സി മൻളറുഹ തഅ്സീറൻ ശദീദൻ, അതിൻ്റെ നോട്ടം എൻ്റെ മനസ്സിനെ വല്ലാതെ സ്വാധീനിച്ചു. ഹത്താ തമന്നൈതു, എത്രത്തോളം ഞാൻ ആഗ്രഹിച്ചു പോയി. അന്ന ലൗ കുൻതു സുലൈമാന അഫ്ഹമു ലുഗത്തൽ ഹയവാനി, ഞാൻ സുലൈമാൻ നബിയെപ്പോലെ മൃഗങ്ങളുടെ ഭാഷ എനിക്ക് അറിയുമായിരുന്നുവെങ്കിൽ. ലിഅരിഫ ഹാജതഹ, അതിൻ്റെ ആവശ്യം എനിക്കറിയാമായിരുന്നു. വഉഫർരിജ കുർബതഹ, അതിൻ്റെ ബുദ്ധിമുട്ട് എനിക്ക് നീക്കാമായിരുന്നു. വകാന ബാബുൽ ഗുർഫത്തി മുർത്തജഅൻ, അവിടെ ആ റൂമിൻ്റെ വാതിൽ അത് അടക്കപ്പെട്ടതായിരുന്നു. ഐ മുഖ്ഫലൻ, അത് പൂട്ടിയതായിരുന്നു. ഫറഅയ്തു അന്നഹ തുതീലു നളറ ഇലൈഹി, ആ വാതിലിലേക്ക് അതിന് ദൃഷ്ടി നോക്കുന്നത് ഞാൻ കണ്ടു. വതൽതസിഖു ബി കുല്ലമാ റഅത്നി അത്തജിഹു നഹ്വഹു, എപ്പോഴൊക്കെ ഞാൻ ആ പൂച്ചയെ നോക്കുന്നു അപ്പോഴൊക്കെ അതിൻ്റെ ഭാഗത്തേക്ക് തിരിയുന്നതായിട്ട് എനിക്ക് തോന്നി. ഫഅദ്റക്തു അഗർദഹ, അതിൻ്റെ ഉദ്ദേശം എനിക്ക് മനസ്സിലായി. വഅറഫ്തു, ഞാൻ തിരിച്ചറിഞ്ഞു, അന്നഹ തുരീദു അൻ നഫ്തഹ ലഹൽ ബാബ, ആ പൂച്ചയ്ക്ക് വേണ്ടി ഞാൻ വാതിൽ തുറന്നു കൊടുക്കണം. ഫഅസ്റഅതു ബിഫത്ഹിഹി, ഞാൻ വേഗത്തിൽ ചെന്ന് വാതിൽ തുറന്നു കൊടുത്തു. ഫമാ വഖഅ നദറുഹ അലൽ ഫളാഇ, ആ അന്തരീക്ഷത്തിലേക്ക് അതിൻ്റെ ദൃഷ്ടി പതിച്ചില്ല അപ്പോഴേക്കും. വറഅതു വജ്ഹ സമാഇ, ആകാശത്തിൻ്റെ പ്രതലം അത് കണ്ടില്ല അപ്പോഴേക്കും. ഹത്തസ്തഹാലത്ത് ഹാലത്തുഹ, അതിൻ്റെ അവസ്ഥ തന്നെ മാറുകയാണ്. മിൻ ഹുസ്നിൻ വഹമ്മിൻ, ദുഃഖത്തിൽ നിന്നും ക്ലേശത്തിൽ നിന്നും, ഇലാ ഗിബ്തത്തിൻ വസുറൂറിൻ, സന്തോഷത്തിലേക്കും പ്രതീക്ഷയിലേക്കും. വൻതലഖത്തഅദു ഫീ സബീലിഹ, അതതിൻ്റെ വഴി വേഗത്തിൽ ഓടിപ്പോയി. ഫഉത്തു ഇലാ ഫിറാഷി, ഞാൻ എൻ്റെ വിരിപ്പിലേക്ക് മടങ്ങി. വഅസ്ലംതു റഅസി ഇലാ യദി, എൻ്റെ കൈകളിലേക്ക് എൻ്റെ തലയെ ഞാൻ ചായ്ച്ചു വെച്ചു. വഅൻശഅതു ഉഫക്കിറു ഫീ അംരി ഹാദിഹിൽ ഹിർറ, ഈ പൂച്ചയുടെ വിഷയത്തെക്കുറിച്ച് ഞാൻ ചിന്തിക്കാൻ തുടങ്ങി. വഅഅജബ ലിശഅനിഹ വഅഖൂൽ, അതിൻ്റെ വിഷയത്തിൽ എനിക്ക് വല്ലാതെ അത്ഭുതമായി. ഞാൻ പറഞ്ഞു, ലൈത ശഅരി ഹൽ തഫ്ഹമു ഹാദിഹിൽ ഹിർറ മഅനൽ ഹുർരിയ, ഞാൻ അറിഞ്ഞിരുന്നുവെങ്കിൽ ഈ പൂച്ചക്ക് സ്വാതന്ത്ര്യത്തിൻ്റെ ആശയം മനസ്സിലാക്കാൻ കഴിയുമോ. ഫഹിയ തഹ്സുനു ലിഫുഖ്ദാനിഹ, ആ സ്വാതന്ത്ര്യം നഷ്ടപ്പെട്ടതിൽ അവ ദുഃഖിക്കുന്നുണ്ട്. വതഫ്റഹു ബിലുഖിയാഹ, അത് കിട്ടിയപ്പോൾ സന്തോഷിക്കുന്നു. അജൽ, ശരിയാണ്. ഇന്നഹ തഫ്ഹമു മഅനൽ ഹുർരിയ ഹഖൽ ഫഹ്മി, തീർച്ചയായും ഈ പൂച്ചക്ക് എന്താണ് സ്വാതന്ത്ര്യം എന്നറിയാം. അതെങ്ങനെ അറിയാം? ഹഖൽ ഫഹ്മി, വളരെ കൃത്യമായി അറിയാം. വമാ കാന ഹുസ്നുഹ വബുകാഉഹ വഇംസാകുഹ അനി തുആമി വശറാബി, അതിൻ്റെ ദുഃഖവും അതിൻ്റെ കരച്ചിലും ഭക്ഷണവും പാനീയവും കഴിക്കാത്ത അവസ്ഥയും അതൊക്കെ വേണ്ടെന്ന് വെച്ചതും ഇല്ലാ മിൻ അജലിഹ, ആ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയായിരുന്നു. വമാ കാന തദർറുഹ വറജാഉഹ വതംസഹുഹ വഇൽഹാഹുഹ, അതിൻ്റെ വിനയവും പ്രതീക്ഷയും എന്നെ ചുറ്റിപ്പറ്റി നിൽക്കലും എന്നെ നിർബന്ധിക്കലും ഒക്കെയും അതായിരുന്നില്ല. ഇല്ലാ സഅയൻ വറാഅ ബുലൂഗിഹ, ആ സ്വാതന്ത്ര്യത്തിലേക്ക് എത്തിച്ചേരുക എന്നുള്ള ഒരു പ്രയത്നമല്ലാതെ. വഹുനാ ദകർതു അന്ന കസീറൻ മിൻ നസ്റൽ ഇസ്തിബ്ദാദി മിൻ ബനിൽ ഇൻസാനി, ഈ സന്ദർഭം ഞാൻ ഓർത്തു, എത്രയെത്ര സ്വേച്ഛാധിപത്യത്തിൻ്റെ ബന്ദികളാണ്. മിൻ ബനിൽ ഇൻസാൻ, മനുഷ്യരിൽപ്പെട്ട. ലാ യശ്ഉറൂന ബിമാ തശ്ഉറു ബിഹിൽ ഹിർറത്തുൽ മഹ്ബൂസ, ആ മനുഷ്യരിൽ തന്നെ സ്വേച്ഛാധിപതികളായ ആളുകൾ എത്രയെത്ര ബന്ദികളാക്കിയിരിക്കുന്നു. അവർക്ക് അനുഭവിക്കാൻ കഴിയുന്നില്ല. ബിമാ തശ്ഉറു ബിഹിൽ ഹിർറത്തുൽ മഹ്ബൂസ ഫിൽ ഗുർഫ, ഈ റൂമിൽ ബന്ദിതയാക്കപ്പെട്ട ഒരു പൂച്ച അനുഭവിക്കുന്ന അനുഭവം പോലും. വൽ വഹ്ഷുൽ മുഅ്തഖലു ഫിൽ ഖഫസ്, കൂട്ടിൽ അടക്കപ്പെട്ട വന്യമൃഗം.
ഒരു ജീവി, വത്തൈറുൽ മഖ്സൂസുൽ ജനാഹു മിൻ അലമിൽ അസുരി വഷഖാഇഹി, ബന്ദിയാക്കപ്പെട്ട കൂട്ടിലടക്കപ്പെട്ട പക്ഷി അത് അനുഭവിക്കുന്ന ബന്ധനത്തിൻ്റെ വേദന, പ്രയാസത്തിൻ്റെ വേദനകൾ, അത് ഈ സ്വച്ഛാധിപത്യത്തിൻ്റെ ജയിലറകളിൽ കഴിയുന്നവരായ ജയിൽ പുള്ളികളായ ധാരാളം ആളുകൾ അവർ അനുഭവിക്കുന്നില്ല. ബൽ റുബമാ കാന ബൈനഹും മൻ യുഫക്കിറു ഫി വജ്ഹത്തിൽ ഖുലാസ്, ഒരുപക്ഷെ അവരിൽ എത്രയോ ആളുകൾ ചിന്തിക്കുന്നുണ്ടാവാം ഇവിടുന്ന് രക്ഷ നേടണമെന്ന്. അവർ അനുഭവിക്കുന്ന അവസ്ഥയിൽ നിന്ന് രക്ഷയുടെ മാർഗം തേടുന്നുണ്ടാവാം. ബൽ എന്നാൽ റുബ്ബമാ കാന ബൈനഹും മൻ യതമന്നൽ ബഖാ, അവരിൽ ചിലരൊക്കെയും അവിടെ നിലനിൽക്കണമെന്ന് അവശേഷിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ ഫി ഹാദ സിജ്നി, ഇതേ ജയിലിൽ, വയഅ്നിസ ബിഹി, അവിടെ കഴിഞ്ഞുകൂടാം. വയതലദ്ദു ആലാമിഹി വസ്ഖാമിഹി, തൻ്റെ വേദനകളും തൻ്റെ പ്രയാസങ്ങളും ദുഃഖങ്ങളൊക്കെ അതിൽ ആനന്ദം കണ്ടെത്തി അവിടെ തന്നെ കഴിഞ്ഞുകൂടാമെന്ന്. അഥവാ അവർക്ക് സ്വാതന്ത്ര്യം കിട്ടാത്ത അവസ്ഥകൾ. മിൻ അസ്അബിൽ മസാഇൽ ലത്തി യുഹാറുൽ അഖ്ലുൽ ബശരി ഫി ഹല്ലിഹ, ബുദ്ധിയുള്ള മനുഷ്യനുമായിട്ട് ഈ വിഷയത്തിന് ഒരു പരിഹാരം കണ്ടെത്തുക എന്നുള്ളത്, സംസാരിച്ചുകൊണ്ട് പരിഹാരം കണ്ടെത്തുക എന്നുള്ളത് വലിയ പ്രയാസമുള്ള കാര്യമാണ്. അൻ യകൂനൽ ഹയവാനു അൽ അജമു ഔസഅ മൈദാനൻ ഫിൽ ഹുർരിയ, സ്വാതന്ത്ര്യത്തിൻ്റെ വിഷയത്തിൽ ഏറ്റവും വിശാലമായിട്ട് സ്വാതന്ത്ര്യം അനുഭവിക്കുന്നവർ സംസാരിക്കാൻ കഴിയാത്ത മൃഗങ്ങളാണോ? മിനൽ ഹയവാനിൻ നാത്തിഖി, സംസാരശേഷിയുള്ള ബുദ്ധിയുള്ള മനുഷ്യനേക്കാളും സ്വാതന്ത്ര്യം നൽകുന്ന കാര്യത്തിൽ. ഫഹൽ കാന നുത്ഖുഹു ശുഅ്മൻ അലൈഹി വഅലാ സആദതിഹി, മനുഷ്യൻ്റെ സംസാരശേഷിയാണോ അവൻ്റെ സൗഭാഗ്യത്തിന് വിലങ്ങുതടിയായി അവൻ ജയിലറകൾ കഴിയേണ്ടി വന്നത്? വഹൽ യജ്മലു ബിഹി അയതമന്നൽ ഖർസ വൽ ബൽഹ ലിയകൂന സഈദൻ ബിഹുർരിയതിഹി, ഒരാൾക്ക് മിണ്ടാൻ കഴിയാത്ത അവസ്ഥ, അല്ലെങ്കിൽ ഈ നിലക്ക് മനുഷ്യനെ പോലെ സംസാരിക്കാൻ കഴിയാത്ത അവസ്ഥയുണ്ടാവലാണോ അവൻ്റെ സൗഭാഗ്യത്തിൻ്റെ, സ്വാതന്ത്ര്യമെന്ന സൗഭാഗ്യത്തിൻ്റെ നിദാനം? കമാ കാന സഈദൻ ബിഹ ഖബ്ല അൻ യുസ്ബിഹ ദകിയൻ നാതിഖൻ, അവൻ മനുഷ്യൻ സംസാരിക്കുന്ന ബുദ്ധിയുള്ള ഒരു മനുഷ്യനായി മാറുന്നതിന് മുമ്പ് അവൻ ഇവിടെ ഈ ലോകത്ത് ജീവിച്ചപ്പോൾ സൗഭാഗ്യവാനായി ജീവിച്ചല്ലോ, സ്വാതന്ത്ര്യം അനുഭവിച്ചു ജീവിച്ചല്ലോ, കാടുകളിലും മലകളിലൊക്കെയായി ജീവിച്ചപ്പോൾ. അങ്ങനെ ജീവിക്കലാണോ മനുഷ്യൻ്റെ സൗഭാഗ്യത്തിൻ്റെ, സ്വാതന്ത്ര്യമെന്ന സൗഭാഗ്യത്തിൻ്റെ നിദാനം? യുഹല്ലിഖു ത്വയ്റു ഫിൽ ജവ്വി, പക്ഷികൾ അന്തരീക്ഷത്തിൽ വട്ടമിട്ട് പറക്കുന്നു. വയുസ്ബിഹു സമഖു ഫിൽ ബഹരി, മത്സ്യങ്ങൾ കടലിലൂടെ നീന്തിത്തുടിക്കുന്നു. വയുഹീമുൽ വഹ്ഷു ഫിൽ ഔദിയത്തി വൽ ജിബാലി, മൃഗങ്ങൾ മലകളിലും താഴ്വരകളിലും മേഞ്ഞു നടക്കുന്നു. വയഈഷുൽ ഇൻസാനു റഹീനൽ മഹ്ബസൈനി, മനുഷ്യനാവട്ടെ രണ്ടു ബന്ധനങ്ങളിൽ കഴിഞ്ഞുകൂടുന്നു. മഹ്ബസു നഫ്സിഹി, ഒന്നവൻ്റെ മനസ്സിൻ്റെ ബന്ധനമാണ്. മഹ്ബസു ഹുകൂമത്തിഹി, ഒന്ന് ഭരണകൂടത്തിൻ്റെ അടുക്കൽ നിന്നുള്ള ബന്ധനം. എപ്പോൾ? മിനൽ മഹ്ദി ഇലൽ ലഹ്ദി, അവൻ തൊട്ടിൽ മുതൽ അവൻ്റെ കുഴിമാടം വരെ. എത്രത്തോളം സ്വനഅൽ ഇൻസാനുൽ ഖവിയ്യു ലിൽ ഇൻസാനിൽ ദഈഫി, ദുർബലനായ മനുഷ്യർക്ക് വേണ്ടി ശക്തരായ മനുഷ്യൻ ഉണ്ടാക്കി വെക്കുന്നു സലാസില വ അഗ്ലാല, പല ചങ്ങലക്കെട്ടുകളും, അടിമകളെ ചങ്ങലക്കിടാൻ വേണ്ടി. വസമ്മഹ താറത്തൻ നാമൂസൻ വ ഉഖ്റ ഖാനൂനൻ, അവരതിന് ചില സമയം പേര് പറയുന്നു, അത് ആകാശലോകത്തു നിന്നുള്ള അറിയിപ്പാണെന്ന്. വ ഉഖ്റ ഖാനൂനൻ, മറ്റു ചില സമയങ്ങളിലാവട്ടെ അത് നിയമമാണെന്ന്. ലിയുദ്ലിമഹു ബിസ്മിൽ അദിൽ, നീതിയുടെ പേരും പറഞ്ഞവൻ ആക്രമിക്കാൻ. വയസ്ലുബ മിൻഹു ജൗഹറത ഹുർരിയതിഹി, അവൻ്റെ സ്വാതന്ത്ര്യത്തിൻ്റെ മൂല്യങ്ങൾ തട്ടിയെടുക്കാൻ. ബിസ്മിൻ നാമൂസ് വൻ നിലാം, സിസ്റ്റത്തിൻ്റെ പേര് പറഞ്ഞ്, അല്ലെങ്കിൽ ദൈവിക കൽപ്പനയുടെ പേര് പറഞ്ഞുകൊണ്ട്. സ്വനഅ ലഹു ഹാദിഹിൽ ആലത്തൽ മുഖീഫ, അവന് വേണ്ടി ഈ ഭയപ്പെടുത്തുന്ന ഉപകരണത്തെ ഉണ്ടാക്കി വെച്ചു. വതറകഹു ഖലിഖൻ ഹദിറൻ മുറവ്വിഅൽ ഖൽബി, എന്നിട്ട് അവനെ വിട്ടു. എങ്ങനെ? ഭയപ്പെടുത്തുന്ന, പേടിപ്പെടുത്തുന്ന ടെൻഷനുകൾ അവശേഷിപ്പിച്ചുകൊണ്ട്. മുർതഇദൽ ഫറായിസി, ഭയപ്പെടുന്ന, വിറകൊള്ളുന്ന ഇരകളാക്കിക്കൊണ്ട്. യുഖീമു മിൻ നഫ്സിഹി അലാ നഫ്സിഹി ഹറാസൻ തുറാഖിബു ഹറകാത് യദൈഹി, ഒരു മനുഷ്യർ തന്നെ നോക്കാനുള്ള കാവൽക്കാർ. തുറാഖിബു ഹറകാത് യദൈഹി, അവൻ്റെ കയ്യിൻ്റെ ചലനങ്ങൾ നിരീക്ഷിക്കുന്നു. വഖുതുവാത് റിജ്ലൈഹി, കാലിൻ്റെ ചലനങ്ങൾ. വഹറകാത് ലിസാനിഹി, നാവിൻ്റെ ചലനങ്ങൾ. വഖതിറാതു വഹ്മിഹി വഖയാലിഹി, അവൻ്റെ ഭാവനകളുടെ അപകടങ്ങൾ, ഇതൊക്കെ നിരീക്ഷിക്കുവാൻ. ലിയൻജു മിൻ ഇഖാബിൽ മുസ്തബിദ്ദി, ഈ സ്വച്ഛാധിപതിയുടെ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി. വയതഖല്ലസ മിൻ തഅദീബിഹി, അവൻ്റെ പീഡനത്തിന് രക്ഷപ്പെടാൻ വേണ്ടി. ഫവൈലുൽ ലഹു മാ അക്സറ ജഹ്ല, എത്രമാത്രം വിഡ്ഢിത്തം നിറഞ്ഞതാണ് ഈ ഒരു സംഗതി, അവന് നാശം. വൈഹുൽ ലഹു മാ അശദ്ദ ഹുംഖ, എത്രമാത്രം അപകടം, വിഡ്ഢിത്തം തന്നെ, വിഡ്ഢിത്തം നിറഞ്ഞതാണ്, അത് നാശമായ കാര്യമാണ്.
വഹൽ യൂജദു ഫിദ്ദുന്യ അദാബുൻ അക്ബറു മിനൽ അദാബി അല്ലദി യുആലിജുഹു, ഇപ്പോൾ അവൻ അനുഭവിക്കുന്ന പീഡനത്തെക്കാളും വലിയ പീഡനം ഈ ദുന്യാവിൽ വേറെയുണ്ടോ? ഔ സിജ്നുൻ അദ്യഖു മിനസ് സിജ്നി അല്ലദി ഹുവ ഫീഹി, അവൻ അകപ്പെട്ട ജയിലറയേക്കാളും വലിയ ജയിലറ വേറെയുണ്ടോ? ഈ അടിമത്തമെന്ന ഈ ചങ്ങലയേക്കാളും ഈ രൂപത്തിലുള്ള നിരീക്ഷണത്തെക്കാളും. ലൈസത്ത് ജിനായത്തുൽ മുസ്തബിദ് അലാ അസീരിഹി അന്നഹു സലബഹു ഹുർരിയതഹു, ഇവിടെ സ്വേച്ഛാധിപതി അല്ലെങ്കിൽ അവൻ്റെ യജമാനൻ തൻ്റെ ബന്ദിക്കുമേൽ ചെയ്ത കുറ്റമെന്ന് പറയുന്നത് അവൻ്റെ സ്വാതന്ത്ര്യം തട്ടിയെടുത്തു എന്നതല്ല. ബൽ ജിനായത്തുൽ കുബ്ര അലൈഹി അന്നഹു അഫ്സദ അലൈഹി വിജ്ദാനഹു, അവൻ്റെ വികാരങ്ങളെ തന്നെ കൊള്ളയടിച്ചു നശിപ്പിച്ചു എന്നതാണ് അവൻ ചെയ്ത ഏറ്റവും വലിയ കുറ്റം. ഫഅസ്ബഹ ലാ യഹ്സുനു ലിഫഖ്ദി തിൽക്കൽ ഹുർരിയ, എത്രത്തോളം ആ അടിമ ആ ബന്ദി അവൻ മനസ്സിലാക്കിയിരിക്കുന്നു സ്വാതന്ത്ര്യം എന്ന സംഗതി നഷ്ടപ്പെട്ടു, അതിൽ ദുഃഖമില്ലാത്തവനായി തീർന്നു. വലാ യുദ്രിഫു ദംഅതൻ വാഹിദ അലൈഹ, ഈ സ്വാതന്ത്ര്യം നഷ്ടപ്പെട്ടതിൻ്റെ പേരിൽ ഒരിറ്റു കണ്ണുനീർ പോലും പൊഴിക്കാത്തവനായി. ലൗ അറഫൽ ഇൻസാനു ഖീമത ഹുർരിയതിഹിൽ മസ്ലൂബ മിൻഹു, ഈ മനുഷ്യൻ അവരിൽ നിന്ന് തട്ടിയെടുത്ത സ്വാതന്ത്ര്യത്തിൻ്റെ വില അറിഞ്ഞിരുന്നെങ്കിൽ, വാദരക ഹഖീഖത മാ യുഹീതു ബിജിസ്മിഹി, അവൻ്റെ ശരീരത്തിന് ചുറ്റുമുള്ള യാഥാർത്ഥ്യങ്ങൾ അവൻ മനസ്സിലാക്കിയിരുന്നെങ്കിൽ, വാഖിലിഹി, അവൻ്റെ ബുദ്ധിക്ക് ചുറ്റുമുള്ള മിനസ്സലാസിൽ വൽ ഖുയൂദി, വ്യത്യസ്തങ്ങളായ ബന്ധനങ്ങൾ ബുദ്ധിക്കും ശരീരത്തിനും ചുറ്റുമുള്ളത് ആ യാഥാർത്ഥ്യം മനസ്സിലാക്കിയിരുന്നെങ്കിൽ, ലൻ തഹറക മാ യൻതഹിറുൽ ബുൽബുലു, ഒരു ബുൽബുൽ പക്ഷിയെപ്പോലെ അവൻ ആത്മഹത്യ ചെയ്യുമായിരുന്നു. ബുൽബുൽ പക്ഷി അതാ ചത്തുപോകുന്നു. എപ്പോൾ ഇദാ ഹബസഹു സയ്യാദു ഫിൽ ഖഫസി, ഒരു വേട്ടക്കാരൻ ആ ബുൽബുലിനെ കൂട്ടിലടച്ചാൽ, വകാന ദാലിക ഖൈറൻ ലഹു, അതാണ് അവൻ ഏറ്റവും നല്ലത്, മിൻ ഹയാത്തിൻ, ഒരു ജീവിതത്തെക്കാളും, ലാ യറാ ഫീഹാ ശിഅഅൻ മിൻ നശിഅത്തിൽ ഹുർരിയ, സ്വാതന്ത്ര്യത്തിൻ്റെ കിരണങ്ങൾ തിരിച്ചറിയാൻ കഴിയാത്ത ജീവിതത്തെക്കാളും നല്ലത്. വലാ തഖ്ലുസു ഇലൈഹ നസ്മത്തും മിന്ന സമാത്തിഹ, ആ സ്വാതന്ത്ര്യത്തിൻ്റെ ഒരു മന്ദമാരുതനം സ്പർശിക്കാത്ത നിലക്ക് ജീവിക്കുന്നതിനേക്കാളും നല്ലത് അങ്ങനെയുള്ള മരണമാണ്. കാന ഫീ മബ്ദഇ ഖൽഖിഹി യംശി ഉരിയാന, അവൻ്റെ സൃഷ്ടിപ്പിൻ്റെ ആരംഭത്തിൽ അവൻ നഗ്നനായിട്ടായിരുന്നു നടന്നിരുന്നത്. ഔ യൽബിസു ലിബാസൻ വാസിഅൻ, അല്ലെങ്കിൽ വലിയൊരു വസ്ത്രം അവൻ ധരിപ്പിക്കും. യഷ്ബഹു അൻ യകൂന ളില്ലതൻ, അതൊരു തണൽ പോലെയായിരിക്കും. തഖീഹി ലഫ്ഹത റുമദാ, ചൂടുകാലത്തെ ചൂടിൽ നിന്ന് രക്ഷയേകാൻ ധരിക്കുന്ന. ഔഹിബത്തൻ നുകബാ, അല്ലെങ്കിൽ കാറ്റുകളിൽ നിന്ന് ശമനമേകാൻ രക്ഷയേകാൻ, അങ്ങനെയുള്ള ഒരു വിശാലമായ വലിയ ലൂസായ ഒരു വസ്ത്രം അവന് ധരിപ്പിച്ചു. ഫവദഊഹു ഫിൽ ഖിമാത്തി, അവനെ പുതപ്പുകൾ ചുറ്റിപ്പൊതിഞ്ഞു, അല്ലെങ്കിൽ പുതപ്പുകളിൽ വസ്ത്രങ്ങളിൽ അവനെ പൊതിഞ്ഞു, ആ രൂപത്തിൽ അവനെ വെച്ചു. കമാ യദഊന അത്ഫിൽ, ചെറിയ കുട്ടികളെ ചുറ്റിപ്പൊതിയും പോലെ. വകഫനൂഹു കമാ യുക്ഫനൂനൽ മൗത, മരിച്ച മയ്യത്തിനെ കഫൻ ചുറ്റിപ്പൊതിയും പോലെ അവരവനെ പൊതിഞ്ഞു. വഖാലു ലഹു, ഇവർ പറഞ്ഞു, ഹാക്കദാ നിളാമുൽ അസിയാഇ, ഇങ്ങനെയാണ് വസ്ത്രം ധരിക്കേണ്ട സിസ്റ്റം എന്ന്. അന യഅ്കുലു വയശ്റബു കുല്ലമാ തഷ്തഹീഹി നഫ്സുഹു, തൻ്റെ മനസ്സാഗ്രഹിക്കുന്നെല്ലാം ഭക്ഷിക്കുകയും കുടിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. വമാ യൽതഇ മഅ തബീഅതിഹി, അങ്ങനെ അവൻ്റെ പ്രകൃതിക്ക് അനുയോജ്യമായ, അവൻ്റെ ജീവിത സാഹചര്യത്തിന് അനുയോജ്യമായ രോഗങ്ങൾ അവനുണ്ടാകുന്നു. ഫഹാലു ബൈനഹു ബൈന ദാലിക്, അങ്ങനെ ആ പ്രവൃത്തിക്കിടയിലും അവനിടയിലൊക്കെ ഒരു തടസ്സമുണ്ടാകുന്നു. മലഉ ഖൽബഹു ഖൗഫൻ മിനൽ മറദി അവിൽ മൗതി, അവൻ്റെ മനസ്സിൽ ഭയം, മരണത്തിൻ്റെയും രോഗത്തിൻ്റെയും ഭയം നിറക്കുന്നു. വഅബൗ അൻ യഅ്കുല അവ യശ്റബ, അവൻ കുടിക്കുന്നതും കഴിക്കുന്നതും അവർ വിലക്കി. ഇല്ലാ കമാ യുരീദു തബീബ്, ഡോക്ടർ ഉദ്ദേശിക്കുന്ന പോലെ അല്ലാതെ. കുടിക്കാൻ പാടില്ല, കഴിക്കാൻ പാടില്ല. വയതകല്ലമ അവ യക്തുബ, സംസാരിക്കാൻ പാടില്ല, എഴുതാൻ പാടില്ല. ഇല്ലാ കമാ യുരീദു റഈസുദ്ദീനി, മത നേതൃത്വം ആഗ്രഹിക്കുന്നതല്ലാതെ. അവിൽ ഹാക്കിമു സിയാസി, അല്ലെങ്കിൽ രാഷ്ട്രീയ ഭരണാധികാരികൾ ആഗ്രഹിക്കുന്നതല്ലാതെ. അൻ യഖൂമ അവ യഖുദു അവ യഖഉദ അവ യംഷിയ അവ യഖിഫ അവ യതഹറക അവ യസ്കുന, അവൻ നിൽക്കാനോ ഇരിക്കാനോ നടക്കാനോ നിൽക്കാനോ ചലിക്കാനോ താമസിക്കാനോ പറ്റുകയില്ല. ഇല്ലാ കമാ തഖ്ലി ബിഹി ഖവാനീനുൽ ആദാതി വ തഖാലീദുഹാ, ചര്യകളും സമ്പ്രദായങ്ങളും എന്തൊക്കെ നിയമമാക്കി വെച്ചിട്ടുണ്ടോ അതനുസരിച്ചല്ലാതെ. ലാ സബീല ഇല സഅദതി ഫിൽ ഹയാത്ത്, ജീവിതത്തിൽ സൗഭാഗ്യമെന്ന ഒരു വഴിയേ ഇല്ല. ഇല്ല ഇദ ആശൽ ഇൻസാനു ഫീഹ ഹുർറൻ മുത്ലഖ, ഒരു മനുഷ്യൻ സർവ്വസ്വതന്ത്രനായി ജീവിച്ചാലല്ലാതെ. ലാ യുസൈതിറു അലാ ജിസ്മിഹി വഅഖ്ലിഹി വനഫ്സിഹി വവിജ്ദാനിഹി വഫിക്രിഹി മുസൈതിറൻ ഇല്ലാ അദബുൻ നഫ്സി, ഒരിക്കലും അവൻ്റെ ശരീരത്തെയോ ബുദ്ധിയെയോ മനസ്സിനെയോ വികാരത്തെയോ ചിന്തയെയോ ഒന്നും തന്നെ അധീനപ്പെടുത്താൻ പാടില്ല. ഇല്ലാ അദബുൻ നഫ്സ്, മനസ്സിൻ്റെ മര്യാദയും സംസ്കാരവുമല്ലാതെ മറ്റൊന്നും അതിനെ കീഴ്പ്പെടുത്താൻ പാടില്ല. അൽ ഹുർരിയത്തു ശംസുൻ യജിബു അൻ തുഷ്റഖ് ഫി കുല്ലി നഫ്സിൻ, അങ്ങനെ വരുമ്പോൾ സ്വാതന്ത്ര്യം
അത് സൂര്യനാണ്. എല്ലാ മനുഷ്യരുടെ മനസ്സിലും എല്ലാവരിലും അത് ഉദിക്കേണ്ടത് നിർബന്ധമാണ്. ഫമൻ ആശ മഹ്റൂമൻ മിൻഹ, ഏതെങ്കിലും മനുഷ്യൻ അവ നിഷേധിക്കപ്പെട്ടനായി ജീവിച്ചാൽ ആശ ഫി ദുൽമത്തിൻ ഹാലിക, അവൻ കടുത്ത അന്ധകാരത്തിലായിരിക്കും. യത്തസുലു അവ്വലുഹാ ബിദുൽമത്തിർ റഹിം വആഖിറുഹാ ബിദുൽമത്തിൽ ഖബർ, അതിൻ്റെ ആരംഭം എന്നുള്ളത് അവൻ ഗർഭപാത്രത്തിലെ ഇരുട്ട് മുതൽ അതിൻ്റെ അവസാനം ഖബറിലെ ഇരുട്ട് വരെ എപ്പോഴും ഇരുട്ടിൽ തന്നെ. അങ്ങനെ വരുമ്പോൾ അൽ ഹുറിയത്തു ഹിയൽ ഹയാത്ത്, സ്വാതന്ത്ര്യം അത് ജീവിതമാണ്. വലൗലാ ലകാനത്ത് ഹയാത്തുൽ ഇൻസാനി, ആ സ്വാതന്ത്ര്യമില്ലെങ്കിൽ മനുഷ്യൻ്റെ ജീവിതം അതായിരിക്കും അഷ്ബഹ ഷൈഇൻ ബി ഹയാത്തിൽ ലുഅബി അൽ മുതഹർരിക ഫി ഐദിൽ അത്ഫാൽ, കുട്ടികളുടെ കയ്യിൽ ചലിപ്പിക്കുന്ന കളിപ്പാട്ടം പോലെയായിത്തീരും ജീവിതം. ബിഹറക്കത്തിൻ സിനഇയ്യ, കൃത്രിമമായിട്ട് ചലിപ്പിക്കുന്ന കുട്ടികളുടെ കയ്യിൽ ചലിക്കുന്ന ഉപകരണങ്ങളുണ്ടല്ലോ, കളിക്കോപ്പുകളുണ്ടല്ലോ, അതുപോലെയായിരിക്കും, അതിൻ്റെ ജീവിതം പോലെയായിരിക്കും. ലൈസത്തുൽ ഹുർരിയ്യ ഫി താരിഖിൽ ഇൻസാനി ഹാദിസൻ ജദീദ, സ്വാതന്ത്ര്യം എന്നുള്ളത് മനുഷ്യ ചരിത്രത്തിലെ പുതിയ സംഗതിയുമൊന്നുമല്ല. ഔ ത്വാരി അൻ ഗരീബ, അല്ലെങ്കിൽ വിചിത്രമായി വന്ന പുതുതായി വന്ന സംഗതിയല്ല. വ ഇന്നമാ ഹിയ ഫിത്രത്തുഹു അല്ലതി ഫുതിറ അലൈഹാ മുദ് കാന വഹ്ശൻ യതസല്ലഖു സുഖൂറ, അത് മനുഷ്യൻ്റെ പ്രകൃതിയുടെ ഭാഗമാണ്. അവൻ എന്ന് മുതലാണോ ഉണ്ടായത്, അന്ന് അവൻ സൃഷ്ടിക്കപ്പെട്ടത് മുതൽ മുദ് കാന വഹ്ശൻ യതസല്ലഖു സുഖൂറ, അവൻ കാടുകളിൽ ജീവിച്ച് പാറകൾ അള്ളിപ്പിടിച്ചു കയറിയ കാലത്തും അഷ്ജാരി, മരക്കൊമ്പിൽ അവൻ അള്ളിപ്പിടിച്ചു കയറിയ പറ്റിപ്പിടിച്ചു കയറിയ കാലത്തു അന്ന് മുതൽ തന്നെ മനുഷ്യൻ്റെ കൂടെയുള്ള പ്രകൃതമാണ് സ്വാതന്ത്ര്യം. ഇന്നൽ ഇൻസാനല്ലദീ യമുദ്ദു യദൈഹി ലിതലബിൽ ഹുർരിയ, സ്വാതന്ത്ര്യം ആവശ്യപ്പെട്ട് കൈകൾ നീട്ടുന്ന മനുഷ്യൻ ലൈസ ബിമുതസവ്വിലിൻ വലാ മുതജസ്സിദിൻ മുസ്തജിദ്ദിൻ, അവനൊരിക്കലും ഔദാര്യം ചോദിക്കുന്നവനോ അല്ലെങ്കിൽ യാചകനോ അല്ല. ഇന്നമാ ഹുവ യത്ലുബു ഹഖ്ഖൻ മിൻ ഹുഖൂഖിഹി, അവൻ്റെ അവകാശത്തെയാണ് തേടുന്നത്. അല്ലത്തി സലബ്തഹു ഇയ്യാഹാ അല്ലത്തി സലബതുഹു ഇയ്യാഹ അൽ മതാമിഉൽ ബശരിയ്യ, മനുഷ്യൻ്റെ ആർത്തികൾ അവരിൽ നിന്ന് തട്ടിയെടുത്ത അവകാശങ്ങൾ. ഫഇൻ ളഫറ ബിഹാ ഫലാ മിന്ന ലിമഖ്ലൂഖിൻ അലൈഹി, അത് ഏതെങ്കിലും മനുഷ്യന് കിട്ടിയിട്ടുണ്ട് എങ്കിൽ, അത് ഏതെങ്കിലും മനുഷ്യന് കിട്ടിയാൽ അത് വേറെ സൃഷ്ടികളോട് മറ്റുള്ളവരോട് അതിനുവേണ്ടി യാതൊരു കടപ്പാടും അറിയിക്കേണ്ടതില്ല. വലാ യദുല്ലി അഹദിൻ ഇൻദഹു, അത് മറ്റുള്ള ഒരാളുടെ സഹായം കൊണ്ട് കിട്ടേണ്ടതല്ല, അത് എല്ലാവർക്കും അവകാശപ്പെട്ടതാണ്. അത് ഒരാൾക്ക് ഇല്ല എങ്കിൽ അത് അവനിൽ നിന്ന് ആരൊക്കെയോ തട്ടിയെടുത്തത് കൊണ്ടാണ് അവനില്ലാതെ പോയത്. അല്ലാതെ അവൻ സൃഷ്ടിക്കപ്പെട്ടപ്പോഴേ അടിമയായിട്ടോ സ്വാതന്ത്ര്യമില്ലാത്തവനായിട്ടോ മിണ്ടാൻ പറ്റാത്തനോ എഴുതാൻ പറ്റാത്തനോ ആയിട്ടോ അല്ല എന്നാണ് മൻഫലൂത്തി ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത്. ഉക്തുബ് അൻ സീറത്തിൽ കാത്തിബ് മുസ്തഫ ലുത്ഫുൽ മൻഫലൂത്തി ശഖ്സിയ്യ വ അൻ ആസാരിഹിൽ അദബിയ്യ, മൻഫലൂത്തി എന്ന വ്യക്തിത്വത്തെക്കുറിച്ച് അദ്ദേഹത്തിൻ്റെ രചനകളെക്കുറിച്ച് എഴുതുക, ആ നിലക്ക് ഒരു സീറത്ത് എഴുതുക. മാഹിയ റുഇയ അല്ലത്തി യഹ്മിലുഹൽ കാത്തിബ് ഹൗല മഫ്ഹൂമിൽ ഹുർരിയ്യ, സ്വാതന്ത്ര്യം എന്ന ധാരണയെപ്പറ്റി ഗ്രന്ഥകാരൻ മുന്നോട്ട് വെക്കുന്ന കാഴ്ചപ്പാടുകൾ എന്തൊക്കെ. വകൈഫ യുദ്ഹിറു ലക മിൻ ഖിലാലി ഖിസ്സത്തിൽ ഹിറ അൽ മഹ്ബൂസ, ഇവിടെ ബന്ദിയായ പൂച്ചയുടെ കഥയിലൂടെ എന്തൊക്കെ കാര്യമാണ് വ്യക്തമാകുന്നത്. വകൈഫ യുദ്ഹിറു അൽ കാത്തിബ് ഇസ്തിഖ്ദാം അൽ ഹയവാനാത്തി വ തഫഅഉലാത്തിഹാ കവസീലത്തിൽ ലിതഅബീർ അൻ മഫ്ഹൂമിൽ ഹുർരിയ്യ, സ്വാതന്ത്ര്യം എന്ന ആശയത്തെ അവതരിപ്പിക്കാൻ വേണ്ടി എഴുത്തുകാരൻ ഉപയോഗിച്ചിട്ടുള്ള മൃഗങ്ങൾ, അവരുടെ ഇടപഴകലുകൾ, അത് എത്രത്തോളം ഇവിടെ വ്യക്തമായിട്ട് കാണുന്ന സംഗതിയാണ്. എങ്ങനെയാണ് അതിനെ എഴുത്തുകാരൻ മൻഫലൂത്തി പ്രകടമാക്കുന്നത്. മാഹുവർ റബ്തുല്ലദി യഖൂം ബിഹിൽ കാത്തിബ് ബൈന ഹാലത്തിൽ ഹിറ വബൈന അസ്റ അൽ ഇസ്തിബ്ദാദി ബൈന ബനിൽ ഇൻസാൻ, മനുഷ്യർക്കിടയിലെ യജമാനന്മാർ അടിമകളെ ആക്കി വെക്കുന്ന അവസ്ഥയും അതോടൊപ്പം പൂച്ചയുടെ അവസ്ഥയും ഇവക്കിടയിൽ എങ്ങനെയാണ് മൻഫലൂത്തി തമ്മിൽ ബന്ധിപ്പിക്കുന്നത്. كيف يبدي الكاتب أن الحرية ليست مجرد حق ضيق للإنسان وإنما هي جزء من فطرته الأصلية. എങ്ങനെയാണ് ഇവിടെ കാത്തിബ് മൻഫലൂത്തി പറയുന്നത്, അതായത് സ്വാതന്ത്ര്യം എന്നുള്ളത് മനുഷ്യൻ്റെ ഇടുങ്ങിയ ഒരു മേഖല മാത്രം എന്നുള്ളതല്ല, മറിച്ച് അവൻ്റെ പ്രകൃതിയുടെ അടിസ്ഥാന സംഗതിയാണ് എന്ന കാര്യം. كيف يتناول الكاتب موضوع السلطة والقيود, എങ്ങനെയാണ് എഴുത്തുകാരൻ ഇവിടെ ആധിപത്യത്തെയും ചങ്ങലകളെയും ആ ഒരു വിഷയത്തെ കൈകാര്യം ചെയ്യുന്നത്. മിൻ ഖിലാലി തസ്വീറിൽ ഇൻസാൻ, മനുഷ്യനെ അവതരിപ്പിക്കുന്നതിലൂടെ കമ ഉസൂലിൻ ബിസലാസല വ ഖുയൂദിൻ മുഖ്തലിഫ, വ്യത്യസ്തങ്ങളായ ചങ്ങലകളെ കൊണ്ട് ബന്ധിതനായ മനുഷ്യൻ അവനെ ചിത്രീകരിക്കുന്നതിലൂടെ. മാഹുവ ദൗർ അല്ലദി യൽഅബുൽ കാത്തിബ് ഫി ഈസാൽ ഫിക്രതിഹി ഹൗല അഹമ്മിയത്തുൽ ഹുർരിയ, സ്വാതന്ത്ര്യത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് ആ വിഷയത്തെ പറ്റിയുള്ള ചിന്തകൾ എത്തിക്കുന്നിടത്ത് എന്ത് പങ്കാണ് എഴുത്തുകാരൻ വഹിച്ചിട്ടുള്ളത്. കൈഫ യുംകിൻ തത്ബീഖ ഫിക്രത്തിൽ മഖാല, ഈ ഒരു മഖാലയുടെ ആശയത്തെ എങ്ങനെയാണ് അതിനെ
അപ്ലൈ ചെയ്യുന്നത് അലൽ വാഖിഇൽ ഇജ്തിമാഇ വസിയാസി ഫി മുജ്തമഅത്തിന അൽ ഹദീസ, നമ്മുടെ ആധുനിക സമൂഹത്തിൽ രാഷ്ട്രീയ സാമൂഹിക സാഹചര്യത്തിൽ എങ്ങനെയാണ് ഈ ഒരു ആശയത്തെ എഴുത്തുകാരൻ അവയെ അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുന്നത്, അല്ലെങ്കിൽ എങ്ങനെ അപ്ലൈ ചെയ്യാൻ സാധിക്കും. ഹൽ തുവാഫിഖു ഔ തുആരിദു അഫ്കാർ അൽ കാത്തിബ് മഅ വിജ്ഹാത്തി നദറിൻ ഉഖ്റ ഹൗല അൽ ഹുർരിയ വൽ ഖുയൂദ്, ചങ്ങലക്കെട്ടുകൾക്കും സ്വാതന്ത്ര്യത്തിനുമിടയിലുള്ള അതിനെക്കുറിച്ചുള്ള എഴുത്തുകാരൻ്റെ കാഴ്ചപ്പാടിനോട് നിനക്ക് യോജിപ്പുണ്ടോ വിയോജിപ്പുണ്ടോ. كيف يمكن توظيف أفكار الكاتب في تعزيز التفكير النقدي الوعي حول قضايا الحرية في المجتمعات المعاصرة. ഈ ആധുനിക സമൂഹത്തിൽ സ്വാതന്ത്ര്യം എന്ന വിഷയത്തെപ്പറ്റിയുള്ള അതിനെപ്പറ്റി അവബോധം, അതേപോലെ നിരൂപണം, ചിന്ത ഇവ ശക്തിപ്പെടുത്തുന്നതിൽ എഴുത്തുകാരൻ്റെ ചിന്തകളെ എങ്ങനെ നമുക്ക് ഉപയോഗപ്പെടുത്താൻ സാധിക്കും. ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങൾ നമ്മൾ കണ്ടെത്തിയിട്ടാണ് ഈ ഭാഗം നാം പഠിക്കേണ്ടത്. ഇതോടുകൂടെ നിങ്ങളുടെ പുസ്തകത്തിലെ ഭാഗങ്ങൾ അവസാനിച്ചിട്ടുണ്ട്. ഇനി അവിടെ മോഡൽ ക്വസ്റ്റ്യനാണ്, അത് വായിച്ചു നോക്കുക. അതിൻ്റെ ഉത്തരങ്ങളൊക്കെ ഈ പാഠഭാഗത്തിലുണ്ടാകും, അവ പഠിക്കുക. ഓക്കെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.